സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അധിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഏറ്റവും വേദനാജനകമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് വന്യവയോധികയായിട്ടുള്ള എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ശ്രീമതി ലീലാവതി ടീച്ചർ, വിശ്വപ്രസിദ്ധയായിട്ടുള്ള സാഹിത്യകാരിയായിട്ടുള്ള ലീലാവതി ടീച്ചറെ പോലും അവരുടെ പ്രായം പോലും കണക്കിലെടുക്കാതെ ഏറ്റവും നിന്ദ്യമായിട്ടുള്ള രൂപത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും കേരളീയ സമൂഹം ഇത്തരം പ്രവണതകൾക്കെതിരായി ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തേണ്ടുന്ന ഒരവസ്ഥ നിലനിൽക്കുകയാണ്. അടുത്ത കാലത്തായിട്ടാണ് ഈ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഉൾപ്പെടെ സ്ത്രീകളെ നിരന്തരമായിട്ട് അധിക്ഷേപത്തിന് വിധേയമാക്കുന്നത്. അങ്ങനെ അധിക്ഷേപത്തിന് വിധേയമായിട്ടുള്ള ഒരു സിനിമാ നടിയാണ് തൻ്റെ ശരീരത്തിനെ വളരെ അശ്ലീലമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അധിക്ഷേപിക്കപ്പെട്ടത് പശ്ചാത്തലത്തിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കാൻ തയ്യാറായിട്ടുള്ളത്. പോലീസ് ആ വിഷയത്തിൽ സ്ത്രീയുടെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് പോലീസിന് കേസെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് കൃത്യമായിട്ട് കേസെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ കാര്യത്തിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു പരാമർശം, സ്ത്രീയുടെ ശരീരത്തിൻ്റെ സ്വയം നിർണയ അവകാശം സ്ത്രീക്ക് തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ കേരളീയ സമൂഹത്തിന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഈ തരത്തിൽ സ്ത്രീകളെ അശ്ലീലമായിട്ട് ചിത്രീകരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വനിതാ കമ്മീഷൻ്റെ മീഡിയ മോണിറ്ററിംഗ് സെല്ലിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ മീഡിയ മോണിറ്ററിംഗ് സംവിധാനം ഇൻഡീസെൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ പ്രോഹിബിഷൻ ആക്ട് പ്രകാരം എങ്ങനെയാണ് ആ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള രൂപത്തിൽ വാർത്താ മാധ്യമങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് മോണിറ്ററിംഗ് ചെയ്തുകൊണ്ട് കൃത്യമായി അത്തരം കാര്യങ്ങളിൽ ഇടപെടണം എന്ന് വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയ മോണിറ്ററിംഗ് സെല്ലിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതോടൊപ്പം മാധ്യമ പ്രവർത്തകർക്കായി ഒരു ഏകദിന ശില്പശാല കൂടി സംഘടിപ്പിക്കണം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. ഒരു സ്ത്രീ സമത്വ കാഴ്ചപ്പാട് മാധ്യമ പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സ്ത്രീ സമത്വ കാഴ്ചപ്പാടിന് മാധ്യമ പ്രവർത്തകർക്ക് ഒരു മാർഗരേഖ എന്നുള്ള രൂപത്തിൽ കേരള വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് ഇതിനകം ഒരു ശുപാർശ നൽകിയിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കപ്പെടുകയാണ്. സ്ത്രീകളുടെ സമത്വത്തിനുള്ള അവകാശം, തൻ്റെ ശരീരത്തിൻ്റെ സ്വയം നിർണയ അവകാശം സ്ത്രീക്ക് തന്നെയാണ് എന്ന് തിരിച്ചറിയാനും ആ അർത്ഥത്തിൽ അത് മുന്നോട്ട് വരാനും നമ്മുടെ സഹോദരിമാർ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. എല്ലാ അധിക്ഷേപങ്ങളും സർവാത്മന സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് സ്ത്രീകൾ എന്നുള്ള ധാരണ തിരുത്തി കുറിക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി വനിതാ കമ്മീഷൻ സൂചിപ്പിക്കുകയാണ്.